ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു രാത്രി പറഞ്ഞിരിക്കുകയാണ്, വിച്ച് മീൻസ് ടൈം ഫോർ ബൂസിങ്. ഞങ്ങളെ സംബന്ധിച്ചോ അല്ലേ, കുടികാരന്മാരുടെ സമയമാണ് രാത്രി എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ വീണ്ടും ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അകത്തേക്ക് പോയാലും മിസ്റ്റർ ഡ്രാഗൻ. ഓക്കെ, ഇന്ന് ഞങ്ങൾ ഊപ്പർ വാലയാണ് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. സോ ഗായ്സ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, നമ്മുടെ സ്വന്തം ബാറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ദ 4th ഫ്ലോർ. അപ്പോൾ നമുക്ക് ബാറുകൾ എപ്പോഴും 7th ഫ്ലോർ, 4th ഫ്ലോർ, അങ്ങനെയുള്ള ചില ഫ്ലോറുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ 4th ഫ്ലോർ നമ്മൾ എത്തിക്കഴിഞ്ഞു. നല്ല തിരക്കാണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കാം, കാരണം അകത്ത് ഒച്ചയും ബഹളവും കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വിപരീതമായിരിക്കാം. എന്നിരുന്നാലും വി ആർ ഹിയർ, ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് മാറ്റർ ഗൈസ്. അപ്പോൾ എന്നിരുന്നാലും ആരും റെഡി മിസ്റ്റർ ഡ്രാഗൻ ജി, ഈ ഡോറുകൾക്ക് അപ്പുറമാണ് നമ്മുടെ മധ്യലോകം അല്ലേ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഒന്നുകൂടെ മിസ്റ്റർ ഡ്രാഗൻ ജി, അതൊന്നും കാര്യമില്ല. ഇതങ്ങ് അടക്കിയാണ് ഞങ്ങൾ. യെസ് ഗായ്സ്, നമ്മുടെ സ്വന്തം ബ്രോ എത്തിക്കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട് അല്ലെ മിസ്റ്റർ ഡ്രാഗൻ ജി? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ബ്രാൻഡി തന്നെ പഠിക്കാൻ? അതെ, ഏതൊക്കെയുണ്ട്? ഗോഡ്സോണും ഗുഡ് മാൻ നമ്മൾ സീസർ ഉണ്ടല്ലോ. സീസർ ഒരു പേക്കിന് എത്ര വരും? 240. ഓക്കെ, ഒരു 2 പേക്ക് സീസർ. പിന്നെ ബിയർ ഏതൊക്കെ ഉള്ള? ബിയർ കേഫ് ബ്ലൂ ഉണ്ട്, പിന്നെ കേഫ് അൾട്ര, ടിങ് ബിയർ, കേഫ് അൾട്ര, വീറ്റ് ബിയർ. കേഫ് അൾട്ര അല്ലേ? അൾട്രന്റെ സ്റ്റോം വല്ലതും ഉണ്ടോ? സ്റ്റോമില്ല. ബ്ലൂ ഉണ്ട്. എന്താ 2 കേഫ് ബ്ലൂ. കപ്പ എന്താ ഉള്ളത് സ്പെഷ്യലി? ഇപ്പോൾ കപ്പ തന്നെ പോയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. കാരണം നമ്മുടെ യഥാർത്ഥ ടൈറ്റിൽ വേറെയാണ്, ദ കണ്ടന്റ് ഈസ് ഡിഫറെന്റ്. സോ ഇത്രയൊന്ന് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ഡ്രാഗൻ ജി. എറണാകുളം ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എന്താണത് നമ്മുടെ മറ്റേ മച്ചാൻ്റെ കമ്പനിയാണ് ഏറ്റവും പൊളിയായത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓർ നെക്സ്റ്റ് മന്ത് വിൽ ബി ഞങ്ങൾ ഒരു ഫോർട്ട് കൊച്ചി ട്രിപ്പ് കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഗായ്സ്, നമ്മുടെ ഫോർട്ട് കൊച്ചി ട്രിപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം കൊച്ചി പോലല്ല ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് വെരി ഡ്രാസ്റ്റിക് ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ആ ഒരു ഹൈടെക് കാര്യങ്ങളൊന്നുമല്ല, ആ ഒരു പഴമ തന്നെയാണ് ഇപ്പോഴും ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ആ റീജിയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു സീക്വൻസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. നമ്മളിപ്പോൾ പുറമേ നിന്ന് ഒരാൾ ചെല്ലുമ്പോൾ അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ കൊണ്ട് വരുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ സുഹൃത്തുള്ളതുകൊണ്ട്, നമ്മുടെ ആ ദോസ്ത്, നമ്മുടെ ബ്രോ ഉള്ളതുകൊണ്ട് പുള്ളിയാണ് നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബലത്തിൽ നമ്മൾ പോകും. ബട്ട് ഇൻ ദ മീൻ ടൈം നമ്മുടെ കമ്പനിക്കാർ വരുന്നുണ്ട്. നമ്മുടെ മധ്യ ലോകത്ത് നിന്നുള്ള കുമാരൻ്റെ കയ്യിൽ വരുന്നുണ്ട് എല്ലാം. ഇതാണ് ആദ്യമേ പിടിക്കേണ്ടത്. രണ്ട് ബിയർ ഗ്ലാസ് കൂടെ തന്നിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ബിയർ ഗ്ലാസ് എന്തായിരുന്നു വായിച്ചു? ഇവിടെ ഒന്നും അല്ലാതെ പോകാൻ. സീസർ കുറേ നാളുകൾക്ക് ശേഷമാണ് സീസർ ഉണ്ട്. സീസറിനെ കുറിച്ച് കൂടുതലൊന്നും റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് ആക്ച്വലി. താനൊന്നും കഴിച്ചല്ലോ, ഓർമ്മയില്ലേ? കഴിച്ചു. അപ്പോൾ നമ്മുടെ ബിയർ ഗ്ലാസ് ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ടൈം ഫോർ ദ ഫസ്റ്റ് ചിയേഴ്സ്. അപ്പോൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, വിത്ത് മീൻസ് ഡിഫറെൻ്റ് അല്ല, നമ്മളെ സംബന്ധിച്ചോളം ഡിഫറെൻ്റ് അല്ല, ബട്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ബിയറിൽ തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് മൈക്കൊടി. ആർ യു റെഡി മിസ്റ്റർ ഡ്രാഗൻ ജി? ആൻഡ് ഹിയർ ഗോസ് ഗൈസ്, ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ വിത്ത് KF Blue. And cheers with you. With all this. ഒറ്റവലി, അതാണ് ഡ്രങ്കൻ. കുറെ നാളുകളായിട്ട് അങ്ങനെ ഇല്ല, പക്ഷെ പിന്നെയും പഴയ ശീലം തുടങ്ങിയിരിക്കുക. അടിച്ചിട്ട് എവിടെ പോണ്,
തോന്നുന്നു. സോ ഗായ്സ്, നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇവിടെ വന്നാൽ ഇത് കിട്ടണേന്നാണ് എപ്പോഴും പ്രാർത്ഥന, അല്ലേ മിസ്റ്റർ ഡ്രാഗൻ? മിക്സറല്ല, കപ്പ, പിന്നെ ഈ പിടിക്കുന്ന സാധനം പച്ചമുളക് ചമ്മന്തി. ഇതില്ല, ഇതുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക്, അല്ലേ? സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. അതാണ് ഇതുണ്ടെങ്കിൽ ഇതിന്റെ ഗുണമെന്ന് പറയുമ്പോൾ. നല്ല കപ്പ എന്നാ ഒരെണ്ണത്ത് പിടിപ്പിടും വെച്ച അമാന്തം എന്താണ്? അതൊക്കെ സാക്രിഫൈസ് ചെയ്യണം മാൻ. സീസർ കഴിക്കുമ്പോൾ ഐസ് ഇടുന്നത് ഒരു കീഴ്വഴക്കമാണ് ബ്രോ. ഐസ് ഇതാണ് നമ്മൾ ഇടയ്ക്ക് വരാതിരുന്നാൽ നമ്മുടെ രീതികളൊക്കെ മറന്നു പോകും, അല്ലേ മിസ്റ്റർ ഡ്രാഗൻ? പിന്നെ ഇന്ന് കപ്പലണ്ടി ഇഷ്ടമുള്ളതുകൊണ്ട് പഴയ ശീലം തുടങ്ങിയല്ലേ, കപ്പലണ്ടി മാത്രം പെറുക്കി തിന്നുന്ന ശീലം. ഗുഡ് ടു ബി ബാക്ക്. സീസർ വീണ്ടും നമ്മുടെ കരങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. സീസർ അല്ല നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കറിയാം, കണ്ടന്റ് നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ സീസർ കൈകൾ വന്നപ്പോഴേക്കും സീസറിനെ കുറിച്ച് പറയാതിരിക്കുന്നത് വളരെയധികം മോശമാണ്. കാരണം ഇറ്റ്സ് എ പ്രീമിയം ലക്ഷറി എന്ന് ഞാൻ പറയത്തില്ല, ഇറ്റ്സ് എ പ്രീമിയം ബ്രാൻഡ് ഫോർ അസ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈവൻ ദോ നമ്മൾ ഒരുപാട് ടൗൺ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ വട്ടം സീസർ നമ്മുടെ കൈകളിൽ വരുമ്പോഴും ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ മീ ആക്ച്വലി. അപ്പോൾ സീസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്യുവർ ഗ്രേപ്സ്. ആ ഒരു പണ്ട് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങളത് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ എന്നിരുന്നാലും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, പ്യുവർ ഗ്രേപ്സിൻ്റെ ഒരു അറോമയാണ് സീസറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ. ഒരു കാര്യം കൂടെ പറയാം, ഒരുപാട് വേ ബാക്ക് ഞാനിപ്പോൾ സീസർ ഫുൾ ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ട്. ബട്ട് ഇത്രയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു നമ്മുടെ സ്വന്തം എറണാകുളത്ത് തന്നെ. അത് ഒരുപാട് കാലം മുമ്പ്, ചാനലൊക്കെ തുടങ്ങുന്നതിന് ഒരുപാട് കാലം മുമ്പുള്ള കാര്യമാണ് പറയാം. ദാറ്റ്സ് ഹിസ്റ്ററി ആക്ച്വലി. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും നമ്മളിപ്പോൾ ചെയ്യാൻ ഒരു ഉദ്ദേശവുമില്ല. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കുള്ള ലക്ഷ്യം ടു എൻ്റർടൈൻ യു ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സീസറിലേക്ക് വരുവാണെങ്കിൽ പ്യുവർ ഗ്രേപ്സ് ആണെന്ന് പറഞ്ഞു. നമുക്ക് നീറ്റായിട്ട് അടിക്കാൻ എന്തുകൊണ്ടും വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് സീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഐസ് ഇട്ടൊരു ദിവസം പിടിക്കാം. ആഫ്റ്റർ വിച്ച് വിൽ ഗോ ഫോർ ദ കണ്ടന്റ്. പണി തുടങ്ങുമല്ലേ? സോഡാണോ ബിയറാണോ കഴിക്കാൻ വേണം? അതെ, വെള്ളമാണ്. നാട്ടിൽ വരുമ്പോഴെങ്കിലും സോഡ കുടിക്കണ്ടേ? വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. എന്തോ തെറിപ്പിച്ച് കളഞ്ഞല്ലോ ഇപ്പൊ. ഇനി ചേഴ്സ് ഒന്നുമില്ല. ആ സബ്സ്ക്രൈബേഴ്സിന് ആ സാധനം പോകുന്നില്ലല്ലോ. സൈഡിൽ കണ്ടതുപോലെ തന്നെ ടോപ്പ് 5 റംസ് ഇൻ ഇന്ത്യ അണ്ടർ 500. അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അല്ല, നമ്മൾ താഴെ നിന്ന് തുടങ്ങാം. ദ ഫിഫ്ത് point will be, fifth point അല്ല, the fifth spot deserves to be Captain Morgan. ദാ ഈ കാണുന്ന ബ്രാൻഡ്. ആൻഡ് ടു Captain Morgan. So guys, the number 4th spot, 4ാം സ്ഥാനത്ത് ആരാന്ന് വെച്ചാൽ McDowell's Celebration. My personal favorite ആൻഡ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള McDowell's നമ്പർ 1 സെലിബ്രേഷൻ റം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെയധികം പോപ്പുലറാണ്, വളരെയധികം വലിയൊരു ഫാൻ ബേസ് തന്നെയുള്ള ഒരു റമ്മാണ് McDowell's സെലിബ്രേഷൻ റം. ഹാറ്റ്സ് ഓഫ് ടു മാൻ. നമ്പർ 3, തേർഡ് സ്പോട്ടിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരം, ഓരോ കുടിയന്മാരുടെയും നെഞ്ചിലുള്ള അകത്തുള്ള അതേ ബ്രാൻഡ്, ഞങ്ങളുടെ തന്നെ ഫേവറേറ്റ് ബ്രാൻഡുകളിലൊന്നായ ഓൾഡ് മങ്ക് റം.
അതെ ഗായ്സ്, ഇന്ത്യയിലെ വളരെയധികം പോപ്പുലറായ, ഇൻഫാക്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്, ഏതൊരു കള്ളുകൂടിയന്മാരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ബ്രാൻഡ്, ദ വൺ ആൻഡ് ഓൺലി ഓൾഡ് മങ്ക്. മൊട്ടത്തലയിൽ നിന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും, എന്നെ ഉരുട്ടിയിട്ട് അതേ സെയിം ബ്രാൻഡ്, ടു ഓൾഡ് മങ്ക്. ഗായ്സ്, ആക്ച്വലി ഓൾഡ് മങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് ഇന്ത്യയിൽ തന്നെ. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി ആയ കേരളത്തിലാണ്. വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. കാരണം മൊട്ടത്തലേനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ല, ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ മൊട്ടത്തലേനെ കുറിച്ച് കുറ്റം പറഞ്ഞു. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നമുക്ക് കിട്ടി. ബട്ട് ഇൻഫാക്ട് ദാറ്റ്സ് ഓക്കെ വിത്ത് us. കഴിഞ്ഞ കൊച്ചി ട്രിപ്പിൽ മൊട്ടത്തലേൻ്റെ, ഐ മീൻ ഓൾഡ് മങ്കിന്റെ ലെമൺ ഫ്ലേവർ നമ്മൾ ട്രൈ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ये क्या है भाई? क्या? फ्राइड राइस, टोमेटो राइस. All right. So guys, number 2 spot has arrived. അതായത് രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മദ്യപാനീസ് ഫേവറേറ്റ് ആണ്, അല്ലാതെ ടോട്ടലി അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ദ സെക്കൻഡ് സ്പോട്ട് ഡിസേർവ്സ് ടു ബി ദിസ് വൺ ഹിയർ, ദ ഓൾഡ് പോർട്ട് റം. നമ്മൾ ടിക്കി ബാറിൽ നമ്മൾ ട്രൈ ചെയ്ത ബ്രാൻഡ്. അന്നും ഞാൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് അമൃത് ഡിസ്റ്റിലറീസിൻ്റെയാണ്. അറിയാമല്ലോ അമൃത് ഡിസ്റ്റിലറി എവിടെയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, വെള്ളം അടിച്ചിട്ടിരിക്കുകയാണ്, ഓർക്കത്തില്ല. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ബി. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മിലിറ്ററി ക്യാൻറ്റീൻ, അതായത് ആർമി ഫോഴ്സസിനൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് ഓൾഡ് ഫോർട്ട് എന്ന് പറഞ്ഞു. ഓൾഡ് പോർട്ട്, ഇറ്റ്സ് നോട്ട് ഫോർട്ട്, പോർട്ട്, പി. ഓക്കെ, വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്, വളരെ ചീപ്പാണ്. അതായത് മോശം ബ്രാൻഡ് എന്നല്ല പറയുന്നത്, അഫോർഡബിൾ പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. സോ ദ സെക്കൻഡ് സ്പോട്ട് ഗോസ് ടു ഓൾഡ് പോർട്ട്. ആൻഡ് ടു ഓൾഡ് പോർട്ട് നമ്മുടെ രാജ്യത്തെ കാക്കുന്ന അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. സോ ഇറ്റ് ഹാവ് ടു ബി ഗുഡ് ബ്രാൻഡ്. So guys, it's time for the number 1. It's not actually McDonald's number 1. The number 1 rums in India. It's none other than മറ്റൊന്നുമല്ല, കോണ്ടസ. എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റാത്ത ബ്രാൻഡ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് റെക്കമെൻഡ് ചെയ്ത ബ്രാൻഡ്. എനിക്ക് ആ കൂടെ ഒരു കോണ്ടസ്, ഒന്നല്ല 2 കോണ്ടസ് എനിക്കറിയാം. ദേ ആർ, ഒന്ന് നമ്മുടെ കോണ്ടസ കാർ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ചന്ദ്രലേഖ സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്ന കോണ്ടസ. ഈ രണ്ടും എനിക്ക് അറിയത്തുള്ളൂ. കോണ്ടസയുടെ പിന്നെ ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് കോണ്ടസ 2 വേരിയൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീസ് കോണ്ടസ വൈറ്റ് റാം ആസ് വെൽ ആസ് കോണ്ടസ ഡാർക്ക് റാം. ഇത് രണ്ടും എനിക്ക് ട്രൈ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. ബട്ട് നമ്മുടെ ഡ്രങ്കൻ ജിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഡ്രങ്കൻ ജി ഉടനെ തരപ്പെടുത്തി തരാം എന്ന് അന്വേഷിച്ച് പറയാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് കോണ്ടസ എന്ന് പറയുമ്പോൾ ഒരു നോസ്റ്റാൾജിയാണ് ആക്ച്വലി ഫോർ എവറി മലയാളീസ്. അതാണ് എനിക്ക് മനസ്സിലാക്കിയ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ. സോ ടു കോണ്ടസ ദ ഫസ്റ്റ് സ്പോട്ട് ആൻഡ് ദ ഫൈനൽ ചിയേഴ്സ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം ഫൈനൽ ചിയേഴ്സ് ഇസ് അപ്കമിങ് ആക്ച്വലി. സോ ഹിയർ ഇറ്റ് ഗോസ് ഗായ്സ്. ഡ്രങ്കൻജി, ലാസ്റ്റ് റൗണ്ട് മയക്കുവെടി അല്ല, അർദ്ധ മയക്കുവെടി, ബിയറിലുള്ള മയക്കുവെടി വെച്ചാലോ? വെച്ച് കഴിഞ്ഞല്ലേ അവിടെ? വരട്ടെ, തിരുവിടെ വേണേ അവസാനം താൻ മേടിച്ചോ. വേണ്ടേ? ചോദിച്ച സ്ഥിതിക്ക് നമ്മളെ കൊടുത്തേക്കും, അത്രേ ഉള്ളു. ദയാ ദാക്ഷിണ്യം അല്ലേ? ഓക്കേ, are ready. And ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. It's really informative actually. So the final cheers of the night എന്ന് ഞാൻ പറയും, but I can't finish this off in one gulp. നിങ്ങൾക്കറിയാം, ഒരു വർഷമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നതാണല്ലോ, but he will do that because he capable of, അല്ലേ? And the final cheers is here. And cheers with you guys. തീർന്നോ?
ആരെങ്കിലും ചെയ്യണ്ടേ? അതെ. No. ഇവിടെ അല്ലേ? സോ ഗായ്സ്, അടിച്ച് സെറ്റ് ആയിട്ടൊന്നുമില്ല, അടിച്ചു താരതമ്യേന കുഴപ്പമില്ലാത്ത അടിച്ചു അല്ലേ മിസ്റ്റർ പ്രകൃതി? സോ ഇനി നമ്മൾ കാണുന്നത് ഫുഡ് കഴിക്കുന്ന സെക്ഷനിലായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്, ആൻഡ് കൊതിപിടിക്കൽ ടൈം എത്തിക്കഴിഞ്ഞു. സോ ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മീൻ കറി, കടല, കരച്ച് ഫ്രൈ. കേറിക്കോ. കടലക്കറി ഉണ്ട്, ചന മസാല, ചന മസാല, കടലക്കറി, ഇത് ഫിഷ് കറി, മീൻ കറി. ഏത് മീനാണ്? കേര. കേര. ഓക്കെ. ഇത് ചിക്കൻ റോസ്റ്റ് ആണ്. ആ, ചിക്കൻ റോസ്റ്റ്. ഇത് ബീഫ് കറി ഉണ്ട്. ബീഫ് കറി അല്ലേ? ബീഫ് ഫ്രൈ ഉണ്ട്. ബീഫ് ഫ്രൈ. ഓക്കെ. ചിക്കൻ ഫ്രൈ. പിന്നെ കക്കാറച്ചി. ഇത് ഗ്രേവി. അല്ല, ഇതിന് നിങ്ങൾ അങ്ങനെ ചെറുതാക്കി കഴിയേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. ഗ്രേവി ഇത് ഫ്രൈക്കുള്ള ഗ്രേവി. ഫ്രൈ മേടിക്കുമ്പോൾ കൂടെ കൊടുക്കണം. ഓക്കെ. ഇത് വേണമെന്ന് ഡിസൈഡ് ചെയ്തോ മിസ്റ്റർ ഡ്രാഗൻ? അരിപ്പത്തിരി. ആ, ഒരു ഡിഫറെന്റ് ആയി കൂടെ. അരിപ്പത്തിരി, ബീഫ് ഫ്രൈ ഉണ്ട്, കറി ഉണ്ട്. ബീഫ് കറി ഇവിടെ. ആ, അന്ന് എനിക്കും അരിപ്പത്തിരി വേണ്ട, എനിക്ക് പൊറോട്ട മതി. പൊറോട്ട. കറി എന്താ പറഞ്ഞത്? ബീഫ് ഫ്രൈ. ചിക്കൻ എന്തൊക്കെയുള്ള? ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ. എനിക്ക് എന്തായാലും അരിപ്പത്തിരി. അല്ല, ഞാൻ പൊറോട്ട അല്ലേ വേണ്ട? പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ, ഒരു ചിക്കൻ ഫ്രൈ. പാനി കറി. ഏത് റെസ്റ്റോറന്റിൽ പോയാലും അവിടുത്തെ ഗ്രേവിയാണ് മെയിൻ ഹൈലൈറ്റ്. അത് മോശമായാൽ താരതമ്യേന എല്ലാ ഐറ്റംസും മോശമാകും. അതാണൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു നടപടി എന്ന് പറയും. ഇവിടെ എന്തെന്നാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ മധ്യവാനി മേടിച്ചിരിക്കുന്നത് പൊറോട്ട, ബീഫ് ഫ്രൈ, ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ചിക്കൻ. പിന്നെ ഈ ഗ്രേവി, ഇത് കണ്ടിട്ട് നല്ല ഐറ്റംസ് തോന്നുന്നുണ്ട്. നമുക്ക് വരും വീഡിയോയിൽ കാണാൻ കാര്യം. ഡ്രങ്കൻ ഇന്ന് വളരെ ലൈറ്റാണ്. ലൈറ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി, പിന്നെ ബീഫ് റോസ്റ്റ് അല്ലേ മിസ്റ്റർ പാക്കേജ്? ബീഫ് കറിയാണല്ലോ, റോസ്റ്റ് അല്ലേ? അതെ, നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഒഴിച്ചു കഴിഞ്ഞു അല്ലേ? വളരെ സിമ്പിൾ. അതെ, വളരെ നേർത്ത. ഇവിടുത്തെ 2 ദിവസത്തെ ചികിത്സിക്കുന്നല്ലേ? അരിപ്പത്തിനും ബീഫും അതെ, ട്രഡീഷണൽ ആക്ച്വലി.
ഓക്കെ, എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാലാകാലം കൊണ്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പിടുത്തം വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം അടിച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരു വികാരമാണ് ആക്ച്വലി. ദാറ്റ്സ് എ തിങ് ഹാപ്പനിങ് ടു മീ റൈറ്റ് നൗ. ഈ ഗ്രേവി ഉണ്ടല്ലോ, ബീഫിന്റെ ഗ്രേവിയാണ് അവിടെ നോക്കുന്നത്. ഇത്തിരി ബീഫിന്റെ സവോള കടമെടുക്കാം. വേണ്ട, ചിക്കൻ തന്നെ കവളുണ്ട്. സവാള തീർക്കല്ലേ? സവാള ഇതിന് മാത്രം സവാള ഇരിക്കില്ല, ഇല്ലെങ്കിൽ So guys, it's time for beef fry. കുറച്ച് ഗ്രേവി 2 എന്നാ ഒരു പൊറോട്ട. വേണ്ട, ഗ്രേവി. ഗ്രേവി വേണ്ടേ? ഓക്കെ, ഫൈൻ. ആൻഡ് ഇതും മദ്യപാനിക്കും. എന്തോ ഒരു കടകടാ ശബ്ദം. ഇനി ഇതിലേക്ക് നല്ലൊരു ചിക്കൻ പീസ് കൂടെ. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ആൾറെഡി അപ്പുറത്തെ കടയിൽ പോയി, പക്ഷെ അവിടെ ഫുഡ് തീർന്നു പോയി. അപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഭാഗ്യമായി. നമ്മുടെ പേരൊന്ന് പറയാം. മജീദിക്ക അല്ലേ? ഓക്കെ, ഇവിടെ എത്ര നാളായി? 20 വർഷമായി. ഓക്കെ, നമ്മുടെ ബില്ല് എത്രയായി? 330. ഓക്കെ, അപ്പൊ ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. സോ ഗായ്സ്, ഇന്നത്തെ ഫുഡ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡ് കിട്ടാൻ പറ്റി, നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു അല്ലേ? സോ പുതിയൊരു ബ്രാൻഡുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ചീയേഴ്സ് ടു യു ഗൈസ്.